അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു തൈര് സാദം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നതാവും. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടത്. നമുക്കിതിന് കറിയൊന്നും പ്രത്യേകിച്ച് കറിയിടൊന്നും ആവശ്യമില്ല. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് ബിരിയാണി റൈസാണ് കേട്ടോ, ബാസ്മതി റൈസാണ്. അപ്പോൾ ഇതിന് പച്ചരി ഉണ്ടെങ്കിൽ പച്ചരിയോ സാധാ പച്ചരിയോ അല്ലെന്നുണ്ടെങ്കിൽ പൊന്നി റൈസോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് നന്നായി, ഞാനിപ്പോൾ ബിരിയാണി റൈസാണ് എൻ്റെ കയ്യിലുള്ളത്, അതെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു വേവിക്കാനുള്ളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി, അപ്പോൾ കുക്കറിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി കുക്കറിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാം. 2.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം വറ്റി നല്ല വെന്തുടഞ്ഞ് വരുന്ന രീതിയിൽ ഇത് വേവിച്ചെടുക്കുന്ന വേണ്ടി നമുക്കിതൊന്ന് മൂടി, തിളക്കുന്ന വരെ ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മൂടി മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തിളച്ച് പുറത്തേക്ക് ചാടും. അപ്പോൾ കുക്കറിലാണെങ്കിലും തന്നെ ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കുക്കറിലിട്ട് ഒരു 3 വിസിൽ അടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് വേവുമല്ലോ, പൊന്നിയരി ആണെങ്കിലും പച്ചരി ആണെങ്കിലും ബസ്മതി റൈസ് ആണെങ്കിലൊക്കെ പെട്ടെന്ന് വേവും. അപ്പം ഞാൻ എൻ്റെ ചോറ് കുറച്ചൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിയപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള ചോറിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലോണം വെന്ത് ഉടഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇതേ രൂപത്തിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ, നല്ല വെന്തുടഞ്ഞ് കിട്ടണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി, പിന്നെ 3 പച്ചമുളക് ഒന്ന് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഞ്ചി കടിക്കുന്നത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി ഒന്ന് നല്ലെണ്ണയിൽ വഴറ്റിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ഈ ചൂടോടുകൂടി അതിലിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പച്ചമുളകിൻ്റെയും മല്ലിയിലയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം, നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചട്ടിയിൽ നമുക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് 3/4 ടീസ്പൂൺ കടുക് ഇടാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ അതിലേക്ക് ഇട്ട് ഒന്ന് കളർ മാറ്റിയെടുക്കണം. അപ്പോൾ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്ത്, ഞാൻ പറയാൻ വിട്ടുപോയി, നല്ലെണ്ണയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കളർ മാറി വന്നതിന് ശേഷം അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച് പീനട്ടാണ്, അതൊന്നിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഉണക്കമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് എടുക്കാം. അപ്പം നമുക്ക് പീനട്ടിൻ്റെ പകരം കാഷ്നട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പീനട്ടും കാഷ്നട്ടൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ചോറൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് കണ്ടോ, നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ല കുഴഞ്ഞ രൂപത്തിലിരിക്കണം. അതിലേക്ക് 1 കപ്പ് തൈര്, ആദ്യം ഞാനൊരു 3/4 കപ്പ്, തീരെ പുളിയില്ലാത്ത കട്ട തൈര് വേണം ഇതിന് യൂസ് ചെയ്യാൻ കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ നമുക്ക് ഈ ചോറിന് ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് തീരെ പുളിയില്ലാത്ത നല്ല കട്ട തൈര് യൂസ് ചെയ്യാം. നമ്മൾ തന്നെ വീട്ടിൽ ഉറവിച്ചെടുക്കുന്ന തൈരാണെങ്കിൽ തലേദിവസം രാത്രി ഉറവിക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തൈരിൻ്റെ ആ ടേസ്റ്റ് മാറും. അപ്പോൾ അത് നന്നായി ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറച്ച് നേരം അവിടെ വെച്ചതുകൊണ്ട് ആ പാത്രത്തിലേക്ക് തന്നെ മിക്സ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ചൂടാറി കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു പരന്ന പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുകളും കൂടി ഉപ്പും കൂടിയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിന് അച്ചാറോ തോരനോ ഒക്കെ കൂട്ടി കഴിച്ചാൽ മതിയാവും. അത് ഇനി അതൊന്നും ഇല്ലെങ്കിൽ അത് വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പച്ചരി ഇല്ലാത്തവർക്ക് ബിരിയാണി റൈസ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.